ജോർജ് ജോസഫ്, അപ്പോൾ ഇവിടെയും കണ്ണിൽ പൊടിയിടാനും മുഖം രക്ഷിക്കാനും വേണ്ടിയുള്ള ഒരു ശ്രമം കേരള പോലീസ് നടത്തി, അത്രയേ ഉള്ളൂ. ചാനലിലാണ് ഇല്ല, ഞാൻ അദ്ദേഹത്തിന്റെ വാദഗതിയോട് അംഗീകരിക്കുന്നത്. ഡാൻസാവ് എത്ര കേസാണ് പിടിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന് അത് അറിയില്ലാഞ്ഞിട്ട് പറഞ്ഞു. 27A പറ്റി അദ്ദേഹം ഒന്ന് മിണ്ടത്തുണ്ട്. അവിടെ ഒരു ഫൈനാൻസിങ് നടന്നിട്ടുണ്ടല്ലോ 20,000 രൂപ, അതൊരു ഇല്ലിസിറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതല്ലേ, അത് മതിയില്ല, അത് പോലീസ് ചെയ്തില്ല, അത് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും. അപ്പൊ അതുകൊണ്ട് ആ സെക്ഷൻ 27 അത് വെറുതെ വിടുന്നു. വെറുതെ ഇല്ല പറഞ്ഞ ചുമ്മാരി നിങ്ങൾ പറയുന്ന നിയമമാണെന്നല്ലേ നിങ്ങൾക്ക് ധാരണ. അല്ലല്ല അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ ഒരു കേസും എടുക്കാൻ ഇയാളെ അങ്ങ് വിടുമെന്നാണ് ഞാൻ കരുതിയത്. 27-29 അവരങ്ങ് 27-29 ഇല്ലാതെ കേസ് വിടുമെന്നാണ് ഞാൻ കരുതിയത്. സെക്ഷൻ 27A ഇടായിരുന്നു. കാരണം 20,000 രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അല്ലല്ല അപ്പൊ അത് ടെക്നിക്കലായിട്ട് മറ്റേ കേസ് വിട്ടത് മനസ്സിലായി. അതിനകത്തൊരു ഗസറ്റഡ് ഓഫീസർ പ്രസൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ഫീമെയിൽ ഗസറ്റഡ് ഓഫീസർ ഇല്ലാതെ പോയി. അത് ഒരു മാൻഡേറ്ററി അല്ല, അത് കോടതിക്ക് അത് പരിഗണിക്കായിരുന്നു ഒരു ഗസറ്റഡ് ഓഫീസർ പ്രസൻസ്. ഇല്ല അത് അങ്ങനെയല്ല, അത് വക്കീലിന്റെ രീതിയിൽ പറഞ്ഞോളൂ. പോലീസുകാരെടുത്തോടെ പൊട്ട കേസ് ശിക്ഷിക്കാണല്ലോ കോടതി ഇരിക്കുന്നത്. അവിടേക്ക് തെളിവ് കൊണ്ട് കൊടുക്കാനാ എന്റെയും സാറിന്റെ ടാക്സ് വാങ്ങിച്ചവിടെ ഡാൻടാസും പോലീസും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ പൊട്ട കേസ് കൊണ്ട് കൊടുത്താൽ ശിക്ഷിക്കാൻ അവിടെ ജഡ്ജി ഇരിക്കുന്നത്. അവിടെ ജഡ്ജിയുടെ സങ്കല്പത്തിൽ ശിക്ഷിക്കാൻ പറ്റത്തില്ല. തെളിവ് കൊടുക്കണം, പ്രൊസീജിയർ ഫോർമാലിറ്റി കംപ്ലൈന്റ് ചെയ്യണം. ചുമ്മാ പോലീസുകാരെ ഇരുന്നിട്ട് അന്ന് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞാൽ ശിക്ഷിപ്പിക്കാൻ പറഞ്ഞാൽ എവിടുത്തെ ന്യായം ഇത്? സാറ് പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? കോടതി സാധാരണ അഡ്മിറ്റ് ചെയ്തവിടെ ഫീമെയിൽ അത് അങ്ങനെയല്ല അത് കാണണ്ടേ. വക്കീലിന്റെ വഴിക്കോട്ടെ ആ വഴിയിലല്ല കാണണ്ടേ നമുക്ക്. ഇല്ല ഈ 27A കാര്യം പറയാത്തത് അവിടെ 20,000 രൂപയുടെ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നല്ലോ, പോലീസിന് അത് കേസെടുക്കായിരുന്നല്ലോ. ആ വകുപ്പ് ഇടാത്തത് അത് പോലീസ് ഇട്ടില്ല, അത് ഞാൻ കുറ്റപ്പെടുത്തുകയാണ്. 27A പറഞ്ഞോളൂ 27A. ഞാൻ പറയുന്നത് വേണമെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഇന്ന് മർഡർ കേസിടാം പോലീസിന്. കോടതി നിൽക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞത്. കോടതി 8 നില പൊട്ടുന്ന കേസുമായിട്ട് ചെല്ലുന്നുണ്ടാണ് കോടതി വെറുതെ വിടുന്നത്. ഈ കോടതി വെറുതെ വിടുമ്പോഴേ നാട്ടുകാർ മൊത്തം ജുഡീഷ്യറി ആക്ഷേപിക്കുന്നത്. ഈ പോലീസുകാര് ടാക്സും വാങ്ങിച്ചിട്ട് ജോലി ചെയ്യാത്തത് കൊണ്ട്, പ്രോപ്പറായി ജോലി ചെയ്യാത്തതുകൊണ്ട്, ഈ ലഹരിക്കാർക്ക് മുഴുവൻ ബന്ധം സ്ഥാപിച്ചു കൊടുക്കുന്നതുകൊണ്ട്, ഇവർക്കിടയിലുണ്ട് ഒറ്റുകാര്, ഇവർക്കിടയിലുണ്ട് സ്പൈ. ഈ ലഹരിയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. നമുക്ക് സാറിന് അറിയത്തില്ലേ, കൊച്ചിയിൽ ഒരു ആഡംബര കപ്പലിൽ ലഹരി പിടിച്ചു. കൊച്ചി DCP കപ്പൽ ബോട്ടിൽ കയറി പകുതി വീഴ്ത്തിയപ്പോ ഹോങ്കോൾ വന്ന് വീട്ടിൽ പോകാൻ പറഞ്ഞു. ഇതൊക്കെ നമുക്കറിയാം. സാറേ എത്ര കേസുകളിൽ ലഹരി ബന്ധം? ഈ കോട്ടയത്ത് ഒരു CI സസ്പെൻഡ് ചെയ്തു ലഹരിയുമായിട്ട് ബന്ധം. അങ്ങനെയൊന്നും പറഞ്ഞു പോകല്ലേ. പിന്നെ അന്ന് ചോദിച്ച 27A വരാം. മഞ്ജുഷ് ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മഞ്ജുഷ് മനസ്സിലാക്കണം, സെക്ഷൻ 35 and 54 പ്രിസംഷൻ, നർക്കോട്ടിക്സ് ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ്, അറിയാമോ? ആ പ്രിസംഷൻ ഇങ്ങനെയാണ്: നമ്മൾ ഒരു ക്രിമിനൽ കേസിൽ പെട്ടാൽ സാധാരണ ഈ പ്രിസംഷൻ ബർഡൻ ഷിഫ്റ്റ് ചെയ്യും, ഇത് തെളിയിക്കേണ്ട ബാധ്യത. നർക്കോട്ടിക് കേസിൽ ഈ പൊസഷൻ പ്രോപ്പർ അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷൻ ആവും. അത് സാറിന് അറിയായിരിക്കുമല്ലോ. ദ കോർട്ട് ക്യാൻ സപ്പോസ് ദാറ്റ് ദ അക്യൂസ്ഡ് ഈസ് ഗിൽറ്റി. സെക്ഷൻ 35 വരുമ്പോ ആ 35 റൺ ചെയ്യണമെങ്കിൽ, അത് മുമ്പോട്ട് പോകണമെങ്കിൽ സെക്ഷൻ 54 വരണം. ഈ 54 35 വന്നാൽ മാത്രമേ ഈ പ്രതിക്ക് ആനുകൂല്യം കിട്ടത്തുള്ളൂ. പക്ഷെ പോലീസുകാർ എന്താ ചെയ്യുന്നത്? ഈ പ്രിസംഷൻ റിപ്പർട്ട് ചെയ്യാനുള്ള ഒരു നടപടിയും ഒരു ഡേറ്റയും ഒരു ഡോക്യുമെന്റും കോടതിയിൽ വരത്തില്ല. ജഡ്ജസ്, എനിക്കറിയാം, ഞാൻ 15 വർഷമായിട്ട് കൊല്ലം കോടതി ക്രിമിനൽ ട്രയൽ ചെയ്യുന്ന അഡ്വക്കേറ്റ് ആണ്. എനിക്കറിയാം പല നർക്കോട്ടിക്സ് കേസിനകത്തും പ്രതികളെ കോടതി വെറുതെ വിടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ പ്രൊസീജിയർ ഇറഗുലാരിറ്റീസ് കൊണ്ടാണ്. പ്രൊസീജിയർ പിന്നെ മഞ്ജുഷ ന്യൂസ് 18 കൊല്ലത്തുള്ള ഞാനൊരു ഒരു വാർത്ത തരാം. ഞാൻ ആ പ്രാക്ടീസ് തുടങ്ങിയ സമയം മുതൽ ഒരു പയ്യനുണ്ട് അഞ്ചാനമുട്ടിന്. ഒരുപാട് ഡ്രഗ്സ് കേസിൽ അവൻ, പിന്നെ ലഹരി കേസിൽ അവൻ പ്രതിയാണ്. പക്ഷെ എപ്പോ നോക്കിയാലും 3 മാസം ജയിലിൽ കിടക്കും, 3 മാസം പുറത്തു വരും. കോടതി ഒരു ദിവസം ഒരു ഉദ്യോഗസ്ഥന്റെ പേര് ഞങ്ങളെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇല്ലാത്തതുകൊണ്ട് ആ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇവർ ചെയ്യുന്ന മൊത്തം ഈ കാരിയേഴ്സിനെ പിടിക്കുന്നത്, കാരിയേഴ്സിനെ മാത്രം പിടിക്കുക, ഇതിന്റെ സോഴ്സ് പിടിക്കുന്നില്ല. ഒരു കേസ് കൊല്ലം കോടതിയിൽ സംഭവിച്ച കേസാണ്. ചെങ്കോട്ടയിൽ ഒരു പാണ്ടിക്കാരൻ ബസ്സിൽ കയറി വന്നു. അവന് തലയ്ക്ക് മേലിൽ കാരിയറിന്റെ മേളിൽ ഒരു ലഗേജ് ഇരുന്നു. അവനെ പ്രതിയാക്കി. അവന് പോലീസ് കേസെന്താ അറിയാമോ? അവൻ തമിഴ്നാട്ടിൽ നിന്നും കോഴഞ്ചേരി കൊണ്ടുപോയ നർക്കോട്ടിക്സ് ബാഗാണ്. എവിടാ പിടിക്കുന്നത്? പുനലൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് പിടിച്ചതുകൊണ്ട് ഇത് അവന്റെ അടുത്ത ആൾക്കാർ കൊടുക്കുന്നതിന് പോലീസ് തെളിയിക്കാൻ പറ്റിയില്ല. ജഡ്ജി ഒറ്റ ചോദ്യം ചോദിച്ചോളൂ, മഞ്ജുഷ് ഇത്ര ചോദിച്ചോളൂ, നിങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്താൽ പോരായിരുന്നോ? നിങ്ങൾക്ക് ഈ ബസ്സിനെ ഫോളോ ചെയ്താൽ പോരായിരുന്നോ? കോഴഞ്ചേരിയിൽ ഈ ചാക്ക് കൊടുക്കുന്ന ആൾക്കാർ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നില്ലെന്ന്. എന്താ ചെയ്യാൻ?